നമസ്കാരം, ഞാൻ ജോയൽ. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇന്റീരിയർ ഗാർഡനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് പ്ലാന്റ് സ്റ്റാൻഡിന്റെ ഒരു സെറ്റാണ്. ഈ സെറ്റിൽ ഉൾപ്പെടുന്നത് 3 സ്റ്റാൻഡുകളാണ്. ഈ സ്റ്റാൻഡിന്റെ ഹൈറ്റ് പറയുന്നത് 6 അടി പൊക്കം, ഇതിന്റെ 5.25 അടി, ഇതിന്റെ 4 അടി. അതുപോലെ ഇത് നിർമ്മിച്ചിരിക്കുന്നത്, ഇതിന്റെ ഫ്രെയിം നിർമ്മിച്ചിരിക്കുന്നത് 1.25 ഇഞ്ചിന്റെ സ്ക്വയർ പൈപ്പ് കൊണ്ടും, ഇതിന്റെ ബേസ് പ്ലേറ്റ് അതായത് ചട്ടി വെക്കുന്ന സ്ഥലം നിർമ്മിച്ചിരിക്കുന്നത് 1 ഇഞ്ചിന്റെ സ്ക്വയർ പൈപ്പ് കൊണ്ടാണ്. ഇതിന്റെ ബേസ് പ്ലേറ്റ് 1 അടി നീട്ടവും 1 അടി വീതിയുള്ള ഒരു സ്ക്വയർ ആണ്. അതുപോലെ ഒരു സൈഡിലെ 2 ബേസ് പ്ലേറ്റുകൾ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് 2 അടിയാണ്. അതുപോലെ ലെഫ്റ്റ് സൈഡിലെ റൈറ്റ് സൈഡിലെ ഓരോ പ്ലേറ്റുകൾ തമ്മിലുള്ള അകലം 1 അടിയാണ്. അതുപോലെ ബേസിൽ വരുന്ന 2 സൈഡിലെ ഓരോ ചട്ടികൾ വയ്ക്കാനുള്ള സ്ഥലമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് 12 ബേസ് പ്ലേറ്റിന് പുറമെ 6 ചട്ടികളും കൂടെ ഇതിൽ ഉൾപ്പെടുത്താൻ കഴിയും. പോട്ടുകൾ സ്റ്റാൻഡിലേക്ക് എടുത്തതിനു ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ചെടികളെല്ലാം സ്റ്റാൻഡിൽ ക്രമീകരിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് വിശദമായിട്ട് ഓരോ ചെടിയെ പരിചയപ്പെടാം. ഇതിന്റെ പേര് സിങ്കോണിയം. സിങ്കോണിയം ഇനത്തിൽപ്പെടുന്ന സിങ്കോണിയത്തിന്റെ വെറിഗേറ്റഡ് ആണ്. ഇതിന് സിങ്കോണിയത്തിന്റെ പിങ്ക്, അങ്ങനെ പല കളറിൽ ഡിസൈനിൽ വരുന്നതിന്റെ വെറിഗേറ്റഡ് ആണ്. അതുപോലെ ഇത് സ്പൈഡർ പ്ലാന്റിന്റെ റിവേഴ്സ്. അതുപോലെ ഇത് പെഡിലാന്തസിന്റെ ഒരു വെറൈറ്റി. ഇത് റോയിയോടെ വെറിഗേറ്റഡ്. ഈ 3 ചട്ടികളിൽ കാണാൻ സാധിക്കുന്നത് ഗോൾഡൻ പോത്തോസ് ആണ്. ഇതിപ്പം ഇങ്ങനെ ഒരു ഉഷാറില്ലാതെ നിൽക്കുന്നത് ഇത് ഇന്നലെയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തത്. അതുപോലെ ഇത് കെമഡോറിയ പാം. ഇത് നമുക്കെല്ലാം സുപരിചിതമായ ഇസഡിസെറ്റ് പ്ലാന്റ്. ഇതും അതുപോലെ സാൻസിവേറിയ ഗ്രീൻ. ഇത് സിങ്കോണിയത്തിന്റെ പിങ്ക് വെറൈറ്റിയാണ്, കാണാൻ സാധിക്കും. ഇതതുപോലെ വേറൊരു പന വെറൈറ്റി. ഇത് അതുപോലെ നമ്മുടെ ഇസഡിസെറ്റ് പ്ലാന്റ്. ഇത് ഫൈക്കസ് മൈക്രോകാർപ്പ. ഫൈക്കസ് ബെഞ്ചാമിന നമുക്കെല്ലാം സുപരിചിതമാണ്. ചൈനീസ് ബനിയാൻ എന്നും ഇതിന് പേരുണ്ട്. അതുപോലെ ഇതൊരു ഗ്രാസ് വെറൈറ്റിയുമാണ്. അതുപോലെ നമ്മളിതിന് ഉപയോഗിച്ചിരിക്കുന്ന ചട്ടി സാധാരണ നമ്മുടെ വീട്ടിലുള്ള ഉപയോഗിക്കുന്ന ക്ലേപോട്ട് തന്നെയാണ്. അത് നമ്മളത് പെയിന്റ് ചെയ്ത് മോഡിഫൈ ചെയ്തെടുക്കുന്ന മാത്രമേ ഉള്ളൂ. മാത്രമല്ല മൺചട്ടി ഇന്റീരിയർ വെക്കുന്നതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൽ ഓവറായിട്ടുള്ള വാട്ടർ കണ്ടന്റ് മൺചട്ടി വലിച്ചെടുക്കും. ഇൻഡോർ പ്ലാന്റ്സിന്റെ കാര്യത്തിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം അതിന്റെ പോട്ടിംഗ് മിക്സിലാണ്. നമ്മൾ അതിന്റെ പോട്ടിംഗ് മിക്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആറ്റുമണല്, മണ്ണ്, ചകിരിച്ചോറ്, ചാണകപ്പൊടി, മുട്ടത്തോട് എന്നിവയാണ്. പിന്നെ കീടങ്ങളുടെ ഉപദ്രവം ഉണ്ടാവാതിരിക്കാനായിട്ട് നമ്മൾ അതിനകത്ത് വേപ്പിൻ മണ്ണാറ്റം ചേർത്തിട്ടുണ്ട്. ആഴ്ചയിലൊരിക്കലും നമ്മൾ ഈ ചെടികളെല്ലാം സൂര്യപ്രകാശം കൊള്ളാനും മറ്റാവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇത് പുറത്തു വയ്ക്കാൻ ആ സമയത്താണ് നമ്മൾ ഇതിനെ നനയം കൊടുക്കുന്നത്. വീടുകളിലും ഓഫീസുകളിലും ഒക്കെ ഇതുപോലെയുള്ള ഇന്റീരിയർ ഗാർഡൻ വർക്കുകൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നതായിരിക്കും. താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക.